പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നേ ദിനം യേശുക്രിസ്തു പ്രകടിപ്പിച്ച അഗാധമായ സ്നേഹത്തെയും നിസ്വാർത്ഥതയും കുറിച്ച് ചിന്തിക്കുവാൻ ക്രിസ്ത്യാനികൾ പ്രിയപ്പെട്ടവരുമായി ഒത്തുചേരുന്നു. ക്രിസ്ത്യൻ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യരാശിക്ക് രക്ഷ നൽകുന്നതിനായി യേശു സ്വമേധയാ വേദനയും കുരിശിലെ മരണവും സഹിച്ചു. സ്നേഹത്തിൻ്റെ പരമോന്നത പ്രവൃത്തി അവിടുന്ന് പഠിപ്പിക്കലുകളിൽ ഉൾക്കൊള്ളുന്ന അതിരുകളില്ലാത്ത അനുകമ്പയുടെയും ക്ഷമയുടെയും ഉജ്ജ്വലമായ തെളിവായി നിലകൊള്ളുന്നു. നല്ലവനായ ദൈവമേ, ഇന്നേ ദിനം ഞങ്ങളുടെ ഹൃദയം സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ ത്യാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ്റെ സ്നേഹവും കൃപയും ഞങ്ങളെ എപ്പോഴും നയിക്കട്ടെ. കർത്താവായ ദൈവമേ, ഇന്നേ ദിനം പ്രാധാന്യം മനസ്സിലാക്കുവാനും അങ്ങയുടെ അപാരമായ സ്നേഹത്തെയും ത്യാഗത്തെയും ഓർമ്മിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്ഷമയുടെയും വീണ്ടെടുപ്പിൻ്റെയും അഗാധമായ സന്ദേശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നേ ദിനം ഞങ്ങൾക്കാവശ്യമായ ശക്തിയും ആശ്വാസവും നൽകണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ ഞങ്ങൾ വിജയം വരിച്ചു. ഞങ്ങൾക്ക് രക്ഷ നേടിത്തന്നു. ക്ഷമയുടെയും വീണ്ടെടുപ്പിൻ്റെയും അഗാധമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദുഃഖവെള്ളിയുടെ ആത്മാവ് ഞങ്ങൾക്ക് പ്രത്യാശയും നവീകരണവും ആത്മീയ വളർച്ചയും നൽകട്ടെ. ഞങ്ങൾക്ക് സമാധാനപരമായ ഒരു ദിനമായി മാറട്ടെ. ഈ വിശുദ്ധ ദിനത്തിൽ രക്ഷകൻ്റെ സ്നേഹത്തിലും നിത്യജീവൻ്റെ വാഗ്ദാനത്തിലും ഞങ്ങൾ ആശ്വാസം കണ്ടെത്തട്ടെ. കർത്താവായ ദൈവമേ, അവിടുന്ന് കുരിശുമരണത്തെ അനുസ്മരിപ്പിക്കുന്ന വേളയിൽ അങ്ങയുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും അങ്ങയുടെ ആത്മാവ് ഉയർത്തപ്പെടുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും കൃപകളും വാങ്ങിത്തന്നു. ദുഃഖവെള്ളിയാഴ്ചയുടെ ദൈവികാനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നന്ദിയും ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും നിറയ്ക്കട്ടെ. ഈ ദിനങ്ങളിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ എല്ലായ്പ്പോഴും വലയം ചെയ്യട്ടെ. ഭക്തിയും കൃപയും കർത്താവിൻ്റെ അനുഗ്രഹവും നിറഞ്ഞ ഒരു ദിനമായി ഞങ്ങൾക്കിത് മാറട്ടെ. സമാധാനപൂർണമായ ഒരു ദുഃഖവെള്ളി ഞങ്ങൾ ആഘോഷിക്കുവാൻ ഇടയാകട്ടെ. കരുണയുടെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ യേശുവിൻ്റെ ത്യാഗം ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. ഞങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു ദിനമായി മാറട്ടെ. ഈ പുണ്യവേളയിൽ മനുഷ്യരാശിക്ക് വേണ്ടി ചെയ്ത ആത്യന്തികമായ ത്യാഗങ്ങളെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയും ദൈവസ്നേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യട്ടെ. യേശുവിൻ്റെ ത്യാഗത്തെ ഞങ്ങൾ ഓർക്കുമ്പോൾ അവൻ്റെ പഠിപ്പിക്കലുകൾ ഞങ്ങളെ നീതിയുടെ പാതയിൽ നയിക്കട്ടെ. പ്രതിഫലിപ്പിക്കുന്ന ഒരു ദുഃഖവെള്ളിയാഴ്ച ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ഇന്നേ ദിനം വിശ്വാസത്തിൻ്റെ വെളിച്ചം ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. ഞങ്ങളുടെ പാതയെ പ്രത്യാശയോടും അനുഗ്രഹങ്ങളോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇടയാകട്ടെ. ഈ മഹത്തായ ദിനത്തിൽ ദൈവസ്നേഹത്തിന് അതിരുകളില്ല എന്നറിവിൽ ഞങ്ങൾ ശക്തി കണ്ടെത്തട്ടെ. ഞങ്ങൾക്ക് സമാധാനപൂർണമായ ദിനങ്ങളായി മാറട്ടെ. ഞങ്ങൾ ദുഃഖവെള്ളി ആചരിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും കരുണയും കൊണ്ട് ഞങ്ങൾ എന്നും നിറയട്ടെ. അങ്ങനെ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായി മാറട്ടെ. ദൈവിക ഹിതത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനും ദൈവസ്നേഹത്തിൻ്റെ അനുഗ്രഹീത സ്മരണ ഞങ്ങളിൽ എന്നും നിലനിൽക്കട്ടെ. ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും ഞങ്ങളുടെ മനസ്സ് വ്യക്തതയും ഞങ്ങളുടെ ആത്മാവിനെ ശാന്തതയും കൊണ്ട് നിറയ്ക്കട്ടെ. ഇന്നേ ദിനം ഞങ്ങൾക്ക് ആഴത്തിലുള്ള പ്രതിഫലനത്തിൻ്റെയും നന്ദിയുടെയും ആത്മീയ വളർച്ചയുടെയും ഒരു ദിനമായി മാറട്ടെ. ദുഃഖവെള്ളിയുടെ സന്ദേശം ഞങ്ങളെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ശക്തിയെ ഓർമ്മിപ്പിക്കട്ടെ. നല്ല ദൈവമേ, അനുഗ്രഹീതവും അർത്ഥപൂർണവുമായൊരു ദിനം ഞങ്ങൾക്ക് നൽകണമേ. ഈ വിശുദ്ധ ദിനത്തിൽ കുരിശിൽ ശക്തിയും
പുനരുത്ഥാനത്തിൻ്റെ വാഗ്ദാനത്തിൽ ആശ്വാസവും ഞങ്ങൾ കണ്ടെത്തട്ടെ. ഞങ്ങൾക്ക് ഈ ദിനം അനുഗ്രഹീതമായി മാറട്ടെ. ദുഃഖവെള്ളിയാഴ്ചയിൽ പങ്കുവച്ച സന്ദേശങ്ങൾ യേശുവിൻ്റെ ത്യാഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അനുഗ്രഹങ്ങളും പ്രതിഫലനങ്ങളും അറിയിക്കുവാൻ ലക്ഷ്യമിടുന്നു. ഈ മഹത്തായ ദിനത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന എല്ലാ കൃപകളും ഞങ്ങൾക്കും നൽകണമേ. നല്ല ദൈവമേ, ദുഃഖവെള്ളിയാഴ്ചയുടെ ആഘോഷം ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും ചിന്തയും കൊണ്ട് നിറയ്ക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ നിറയുന്ന അനുഗ്രഹീതമായ ഒരു ദുഃഖവെള്ളി ഞങ്ങളിൽ നിറയട്ടെ. ഈ വിശുദ്ധ ദിനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ത്യാഗത്തിലും ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ. ദുഃഖവെള്ളിയുടെ ആത്മാവ് ഞങ്ങൾക്ക് പ്രത്യാശയും നവീകരണവും നൽകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ത്യാഗത്തെ ഓർക്കുമ്പോൾ അർത്ഥവത്തായ ഒരു ദിനം ഞങ്ങളിൽ വന്നു നിറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ കരുണയും ക്ഷമയും ഞങ്ങളെ എപ്പോഴും നിറയ്ക്കട്ടെ. അനുഗ്രഹീതമായ ദിനമായി മാറട്ടെ. നല്ല ദൈവമേ, സമാധാനപരവും പ്രതിഫലിപ്പിക്കുന്നതുമായ ഒരു ദിനം ഞങ്ങൾക്ക് നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ കുരിശ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെയും വീണ്ടെടുപ്പിൻ്റെയും പ്രതീകമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ത്യാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ശക്തിയും ആശ്വാസവും ലഭിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നന്ദിയും സന്തോഷവും നിറയ്ക്കട്ടെ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹീതമായൊരു ദിനമായി, ഊഷ്മളമായൊരു ദിനമായി ഈ ദിനങ്ങൾ മാറട്ടെ. ഈ മഹനീയമായ ദിനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തെയും വലയം ചെയ്യട്ടെ. നല്ല ദൈവമേ, ഇന്നേ ദിനം ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെയും പ്രതിഫലനത്തിൻ്റെയും ആത്മീയ നവീകരണത്തിൻ്റെയും ദിനമായി മാറട്ടെ. ഈ ദിനം ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശം ക്ഷമയും അനുകമ്പയും നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ഈ ദുഃഖാഴ്ചയിൽ സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും ചിന്തകൾ ഞങ്ങളുടെ വഴിയിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ത്യാഗം ഞങ്ങളെ ദൈവത്തിൻ്റെ നിത്യസ്നേഹത്തിലേക്ക് അടുപ്പിക്കട്ടെ. ദൈവകൃപയും അനുഗ്രഹവും നിറഞ്ഞ അനുഗ്രഹീതമായൊരു ദിനമായി ഞങ്ങൾക്ക് ഈ ദിനങ്ങൾ മാറണമേ. ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രാധാന്യം ഞങ്ങളുടെ വിശ്വാസത്തെയും ധാരണയെയും ആഴത്തിലാക്കട്ടെ. ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സമാധാനപൂർണവും അനുഗ്രഹീതവുമായൊരു ദിനമായി മാറുവാൻ ഞങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിനം ആഘോഷം യേശു ക്രിസ്തുവിൻ്റെ അപാരമായ സ്നേഹത്തെയും ത്യാഗത്തെയും ഓർമ്മിപ്പിക്കട്ടെ. ഞങ്ങൾക്ക് അനുഗ്രഹീതമായ ദിനമാക്കി മാറ്റണമേ. യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ ഓർമ്മിക്കുമ്പോൾ അവൻ്റെ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വീണ്ടെടുപ്പലിൻ്റെയും പഠിപ്പിക്കലുകൾ ഞങ്ങളെ എപ്പോഴും നയിക്കട്ടെ. ഞങ്ങൾക്ക് അർത്ഥവത്തായൊരു ദിനമായി മാറട്ടെ. ഈ ദിനം എപ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വെളിച്ചം ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. ബഹുമാനവും അനുഗ്രഹവും നിറഞ്ഞ ഒരു ദിനമായി മാറട്ടെ. യേശു ക്രിസ്തു കൊണ്ടുവന്ന ക്ഷമയുടെയും വീണ്ടെടുപ്പിൻ്റെയും അഗാധമായ സന്ദേശത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഞങ്ങൾ പലപ്പോഴും ഈ നിമിഷം ചെലവഴിക്കുന്നു. ഈ മഹത്തായ അവസരത്തിൽ പങ്കുവെക്കുന്ന എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ അനുസ്മരിക്കുന്ന വേളയിൽ അവൻ ലോകത്തിലേക്ക് കൊണ്ടുവന്ന പാപമോചനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും അഗാധമായ സന്ദേശം നമുക്കോർക്കാം. അവൻ്റെ ത്യാഗം നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും നമ്മളുടെ ഹൃദയങ്ങളിൽ നന്ദി നിറയ്ക്കുകയും ചെയ്യട്ടെ. ദുഃഖവെള്ളിയാഴ്ച സന്തോഷത്തിൽ കലർന്ന ദുഃഖത്തിൻ്റെ ദിവസമാണ്. മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുകയും പാപത്തിൻ്റെ വീണ്ടെടുപ്പിനായി തൻ്റെ ഏകപുത്രനെ നൽകുന്നതിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതിനുള്ള സമയമാണ്. ദുഃഖവെള്ളി യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെയും അത് നൽകുന്ന രക്ഷയുടെ വാഗ്ദാനത്തെയും കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. ക്രിസ്ത്യാനികൾ ഈ ദിനം ആചരിക്കുമ്പോൾ കുരിശുമരണത്തിലൂടെയുള്ള
പ്രത്യാശയുടെയും വീണ്ടെടുപ്പിൻ്റെയും ശാശ്വത സന്ദേശത്തെക്കുറിച്ച് നാം ഓർമ്മിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് വിമോചനവും രക്ഷയും അവിടുന്ന് വാങ്ങിത്തന്നു. അങ്ങേ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഓ പ്രിയ അമ്മേ, ഈ നിമിഷം അടിയന്തരമായ അത്ഭുതത്തിനായി നിലവിളിക്കുന്ന, അനുഗ്രഹത്തിനായി കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മേൽ അമ്മയുടെ ഉദാരമായ കരങ്ങൾ നീട്ടണമേ. ദുരിതം അനുഭവിക്കുന്നവരുടെയും ദരിദ്രരുടെയും ഹൃദയങ്ങളെ സമാധാനവും ആശ്വാസവും കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന ഉറപ്പ് ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ മധ്യസ്ഥത ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിച്ചേരട്ടെ. അത് ഏറ്റവും ആവശ്യമുള്ളവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകട്ടെ. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, എൻ്റെ പ്രാർത്ഥന കേട്ടതിനും ദൈവത്തോട് എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുവാൻ എപ്പോഴും തയ്യാറായതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലും അമ്മയുടെ സഹായത്തിനായി നിലവിളിക്കുന്നവരുടെ ജീവിതത്തിലും അമ്മ ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ മഹത്വത്തിനും അനന്തമായ സ്നേഹത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസം അനുദിനം ദൃഢീകരിക്കപ്പെടട്ടെ. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, എൻ്റെ അഭ്യർത്ഥന അനുവദിക്കുവാൻ മാത്രമല്ല, അടിയന്തരമായ അനുഗ്രഹത്തിനായി കൃപയ്ക്കായി അമ്മയിലേക്ക് തിരിയുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മയുടെ അനുഗ്രഹങ്ങൾ ആവശ്യമുള്ള എല്ലാവർക്കും ആശ്വാസവും പ്രത്യാശയും നവീകരണവും നൽകട്ടെ. ഓ പരിശുദ്ധ അമ്മേ, അമ്മയുടെ ശക്തമായ മധ്യസ്ഥത്തിൽ ഞാൻ വിശ്വസിക്കുകയും എൻ്റെ ജീവിതം അമ്മയുടെ സ്നേഹകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. അമ്മയുടെ ഭക്തിയും മഹത്വവും എനിക്ക് ചുറ്റുമുള്ള എല്ലാവരിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് ഞാൻ അമ്മയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഓ പ്രിയപ്പെട്ട അമ്മേ, നിരന്തരമായ പ്രാർത്ഥനയിൽ അസാധ്യകാര്യങ്ങളുടെ ദൈവവുമായുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ആത്മവിശ്വാസത്തോടെ ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു. അമ്മ പ്രതീക്ഷയുടെ അമ്മയാണെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിക്കുവാൻ കഴിവുള്ള സ്വർഗത്തിൻ്റെ രാജ്ഞിയാണെന്നും ഞാൻ തിരിച്ചറിയുന്നു. പരിശുദ്ധ അമ്മേ, ഈ നിമിഷത്തിൽ വേദനയും കഷ്ടപ്പാടും മൂലം വിഷമിക്കുന്ന എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ ആവശ്യമായ അഭയവും ശക്തിയും എല്ലാവർക്കും നൽകണമേ. ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ശാരീരികവും മാനസികവും ആധ്യാത്മികവും സാമ്പത്തികവുമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, കൃപയും സ്നേഹവും നിറഞ്ഞ മാതാവേ, അമ്മയ്ക്ക് എൻ്റെ അഗാധമായ സങ്കടങ്ങളും എൻ്റെ ഏറ്റവും അടിയന്തരമായ ആവശ്യങ്ങളും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ അനന്തമായ നന്മയും കൃപയും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ എല്ലാ ആശങ്കകളും ബുദ്ധിമുട്ടുകളും ഞാൻ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. അവയ്ക്ക് ഓരോന്നിനും അമ്മ മികച്ച പരിഹാരം കണ്ടെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ പരിശുദ്ധ മാതാവേ, ഞാൻ നടക്കുന്ന ഇരുണ്ട പാതകളിൽ അമ്മയുടെ ദിവ്യപ്രകാശം എൻ്റെ മേൽ പ്രകാശിപ്പിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ വിവേകവും വിവേചനത്തിൻ്റെ വ്യക്തതയും കൊണ്ട് എന്നെ നയിക്കണമേ. അങ്ങനെ ഞാൻ ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും പരിഹരിക്കപ്പെടാത്ത സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴി കണ്ടെത്തുകയും ചെയ്യട്ടെ. അനുകമ്പയുള്ള അമ്മേ, അമ്മയുടെ കൈകളിൽ ഞാൻ പൂർണ്ണമായ വിശ്വാസത്തോടെ എൻ്റെയും എൻ്റെ ജീവിതവും സമർപ്പിക്കുന്നു. ഒരഭ്യർത്ഥനയും അമ്മയ്ക്ക് അസാധ്യമല്ലെന്നറിഞ്ഞുകൊണ്ട് എൻ്റെ അപേക്ഷകൾ ആർദ്രമായി സ്വീകരിക്കുകയും യേശുവിനോട് മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ നീട്ടുകയും ഇത്രയും കാലം കാത്തിരുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ആന്തരിക സൗഖ്യവും ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ കൃപയാലും ധൈര്യത്താലും ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. അതുവഴി ഞങ്ങൾക്ക് മുന്നിലുള്ള വെല്ലുവിളികളെ ശാന്തതയോടെ സഹിക്കുവാൻ ഇടയാകട്ടെ. എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ ജ്വാല നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
കാരണം അമ്മയിലൂടെ പ്രത്യാശ പുതുക്കപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം. കൃപാസനം പ്രസാദവര മാതാവേ, അടിയന്തര അത്ഭുതം ആവശ്യമുള്ള എല്ലാ ആളുകൾക്കും അമ്മയുടെ മധ്യസ്ഥത നീട്ടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേദന ഒഴിവാക്കി ഞങ്ങളുടെ വഴികൾ പ്രകാശിപ്പിക്കുന്നതിന് അമ്മയുടെ മേലങ്കി ഉപയോഗിച്ച് ഞങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കണമേ, ഞങ്ങളെല്ലാവരെയും ആശ്ലേഷിക്കണമേ. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിനും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ എപ്പോഴും ഉണ്ടായിരിക്കുന്നതിനും ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ നന്മയിലും മധ്യസ്ഥ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ അത്ഭുതങ്ങളുടെ ശക്തിക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളുടെ പാദം മുറിച്ചു കിടക്കുന്ന എല്ലാവർക്കും പ്രത്യാശ നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ. അസാധ്യ കാര്യങ്ങളുടെ മാതാവേ, എൻ്റെ അഭ്യർത്ഥന അനുവദിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്ന കൃപകളും അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും നൽകുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ എന്നും നിറവേറട്ടെ. അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് ഞാൻ എപ്പോഴും നന്ദിയുള്ളവളായിരിക്കട്ടെ. പരിശുദ്ധ മാതാവേ, എൻ്റെ വാക്കുകളും എൻ്റെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനകളും കേൾക്കണമേ. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ അടിയന്തരമായ ഒരു അത്ഭുതം ആവശ്യമാണ്. അമ്മയുടെ അനന്തമായ അനുകമ്പയിലും ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു. ഓ പരിശുദ്ധ മാതാവേ, എൻ്റെ അഭ്യർത്ഥന അനുവദിക്കണമേ. എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും അനുഗ്രഹിക്കണമേ. ഞാൻ അന്വേഷിക്കുന്ന അത്ഭുതത്തിനു പുറമെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആന്തരിക പരിവർത്തനത്തിൻ്റെയും ആത്മീയ വളർച്ചയുടെയും പൂർണ്ണമായ പുനഃസ്ഥാപനത്തിൻ്റെയും കൃപ നൽകണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും നൽകണമേ. ഞങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങൾ നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കും ഒരത്ഭുതത്തിന് വേണ്ടി നിലവിളിക്കുന്ന എല്ലാവർക്കും വേണ്ടി അമ്മ അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെല്ലാവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.